രാജകുമാരി ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയ് അവതരിപ്പിച്ച ബജറ്റിൽ കാർഷിക മേഖലയ്ക്കും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കും ടൂറിസം വികസനത്തിനുമടക്കം ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. 22,13,32,936 രൂപ വരവും 21,19,1910 രൂപ ചിലവും 94,31,026 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഡെയ്സി ജോയ് അവതരിപ്പിച്ചത്. ഒരു കാർഷിക ഗ്രാമമായ രാജകുമാരിയിലെ പലയിനം കൃഷികൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള കൃഷികൾ കൂടുതൽ മെച്ചപ്പെട്ടതിനുമായി തുക വകയിരുത്തിയിട്ടുണ്ട്. ജൈവവളം രാജകുമാരി എന്ന ബ്രാൻഡിൽ തന്നെ ഇറക്കുന്നതിന് തുക നീക്കിവച്ചിട്ടുണ്ട്. ക്ഷീരമേഖലയുടെ വികസനത്തിനും ജൈവകൃഷി വ്യാപനത്തിനുമായി തുക വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക കുടിയേറ്റ ഗ്രാമമായ രാജകുമാരിയിലെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുകയും ജൈവ കൃഷി പ്രോത്സാഹനവും രാജകുമാരിയുടെ ബ്രാൻഡഡ് വളവുമടക്കം ഉൽപ്പാദിപ്പിക്കുന്നതിനും ബഡ്ജറ്റിൽ തുക വകയിരുത്തി. കൂടാതെ യുവജനങ്ങൾക്ക് തൊഴിൽക്ഷാമം പരിഹരിക്കുന്നതിന് സോളാർ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കി പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും തുക വകയിരുത്തിയിട്ടുണ്ട്. ഏറെ പ്രാധാന്യത്തോടെ ആരോഗ്യ മേഖലയുടെ പുരോഗതിക്കും മാലിന്യ സംസ്കരണത്തിനും കുടിവെള്ളക്ഷാമത്തിനു പരിഹാരം കാണുന്നതിനുമടക്കം സമസ്ത മേഖലയെയും മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പ്രസിഡന്റ് എം ഈശ്വരൻ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി.